ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലത്തേക്ക് ബൂസ്റ്റാട്ടോ, പാലൊക്കെ കാച്ചി ബൂസ്റ്റൊക്കെ റെഡിയാക്കി. അപ്പോൾ ഉച്ചത്തേക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടി മട്ടൻ ബിരിയാണിയാണ് റെഡിയാക്കുന്നത് കേട്ടോ. അങ്ങനെ നല്ല മഴയാട്ടോ, തമിഴ്നാട്ടിൽ നല്ല മഴ തന്നെയാണ്. പക്ഷേ എന്തോന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര കാറ്റാട്ടോ. ഈ മഴയുടെ കൂടെ തന്നെ ഭയങ്കര കാറ്റായിരിക്കും. മഴ തോർന്നാലും കാറ്റടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതാ ഒരു പ്രശ്നം. നമ്മൾ ഈ കുടയും കൊണ്ടൊന്നും വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. കുട ഇല്ലാതെങ്കിലും നടന്നു പോയാലും നമ്മളെ കാറ്റ് വലിച്ചുകൊണ്ട് കൊണ്ടുപോയി ഡെസ്റ്റിനേഷനിൽ എത്തിക്കും. അത്രയ്ക്ക് കാറ്റാട്ടോ. അങ്ങനെ പിന്നെ ബിരിയാണിയൊക്കെ റെഡിയാക്കി ദമ്മൊക്കെ പൊട്ടിച്ചു. അപ്പോൾ ബിരിയാണി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചിക്കൻ പൊരിച്ചത് വേണമല്ലോ. അങ്ങനെ ചിക്കനും പൊരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ രാവിലത്തേക്ക് കഴിക്കാൻ ദോശയായിരുന്നു. അങ്ങനെ തന്നെ കുറച്ച് മാവിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ദോശയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ദോശ ഇട്ട് മൊരിയിച്ചെടുക്കാമെന്ന് വിചാരിച്ച് കരിയിച്ചെടുത്തു. അങ്ങനെ പിന്നെ ദോശയ്ക്ക് ദാൽസ, ഇത് തട്ടിക്കൂട്ട് ദാൽസായ കേട്ടോ. അപ്പോൾ ബിരിയാണിക്കും കഴിക്കാം, പിന്നെ ദോശയ്ക്കും ഒഴിച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ എൻ്റെ ഏറ്റവും ഇളയ മോന് ലഞ്ച് ബോക്സ് സെറ്റാക്കുന്ന കേട്ടോ ഇത്. അവന് മതി, ഇത്രയും ചോറ് മതി. പിന്നെ അവന് 2 കഷ്ണം ചിക്കൻ പൊരിച്ചതും വെച്ചിട്ടുണ്ട്. അവന് ഈ ദാൽസായോ പിന്നെ സാലഡോ അങ്ങനൊന്നും അവന് വേണമെന്നില്ല കേട്ടോ. ഇത് മതി, ചിക്കൻ പൊരിച്ചതുണ്ടെങ്കിൽ തന്നെ മതി അവൻ കഴിച്ചോളും. പിന്നെ ഉച്ചയ്ക്ക് ഞാനും ഇത് തന്നെ കഴിച്ചേ. പിന്നെ പിള്ളേരൊക്കെ വന്ന് മദ്രസയിലൊക്കെ പോയി ഒരു 5:30 ആയപ്പോഴത്തേക്കിനും ഒരാൾ വന്നായിരുന്നു തേങ്ങ പറിക്കാൻ. 2 മരത്തിൽ തേങ്ങ അടപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് പറിക്കാൻ വേണ്ടി വന്നതാട്ടോ. അപ്പം അത്ര മഴയില്ലായിരുന്നു അന്ന്. അങ്ങനെ പിന്നെ കുറച്ചൊന്ന് തോന്നു നിൽക്കുമായിരുന്നു. രാവിലെ മാത്രമേ ഉള്ളായിരുന്നു മഴ. അങ്ങനെ പിന്നെ തേങ്ങ പറിക്കാൻ വന്ന് തേങ്ങ ഒക്കെ പറിച്ചിട്ടിട്ടുണ്ട്. ഈ മുരിങ്ങ നിറച്ചും മുരിങ്ങക്കായ കേട്ടോ, പക്ഷെ ഒന്നും വിളഞ്ഞതല്ല. എന്നാലും 2-3 ഞാൻ പറിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഓമമരം, അതിനകത്ത് നിന്ന് ഒത്തിരി ഓമയ്ക്ക ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു തൊഴുത്തുണ്ടല്ലോ, അങ്ങനെ ചുമ്മാ പശുവിനെ കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ രാത്രിയിലത്തേക്ക് ഇടിയപ്പവും ബീഫ് കറിയും കേട്ടോ, പിന്നെ എണ്ണക്കറിയും ഉണ്ടായിരുന്നു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക്